തിരുവനന്തപുരം വിതുരയിൽ നിന്ന് ഇപ്പോൾ ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത വരികയാണ്. ചാരായം മനുഷ്യനെ മൃഗമാക്കും, ക്രൂരനാക്കും. വിതുര മലയടിയിൽ നിന്നും കേട്ടുകേൾവിയില്ലാത്ത ഒരു കുറ്റകൃത്യം. അടുത്തറിയാവുന്ന ഒരു വയോധികയെ പീഡിപ്പിച്ച സംഭവത്തിൽ ഓട്ടോ ഡ്രൈവർ നജീബ് കസ്റ്റഡിയിലായി. ആയനാട് പോലീസ് സ്റ്റേഷനിലായിരുന്നു. അവിടെ ഇരിക്കെ അയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുകയാണ്. ആയനാട് പോലീസ് സ്റ്റേഷനിൽ വെച്ചായിരുന്നു അടിവസ്ത്രത്തിന്റെ വള്ളി ഊരിയെടുത്ത പ്രതി കഴുത്തിൽ കുരുക്കിട്ട് കാലിൽ കെട്ടി വലിച്ചായിരുന്നു ജീവനൊടുക്കാൻ ശ്രമിച്ചത്. സ്റ്റേഷനിലെ പോലീസുകാർ സമയോചിതമായി ഇടപെട്ടതും ആര്യനാട് ഹോസ്പിറ്റൽ തൊട്ടടുത്ത് തന്നെ ആയതിനാലും പ്രതിയെ രക്ഷപ്പെടുത്താനായിട്ടുണ്ട്. മൂക്കറ്റം കുടിച്ച പ്രതിക്ക് തല ഉയർത്താൻ പോലും പറ്റാത്ത ചാരായത്തിന്റെ മത്ത് ഇനിയും മാറിയിട്ടില്ല. മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുന്ന മദ്യം ഉള്ളിലെത്തുമ്പോൾ മുൻപിൽ നിൽക്കുന്നത് ആരെന്ന് പോലും അറിയാൻ പറ്റാതാവുന്ന ഒരു ക്രിമിനൽ സൈക്കോപാത്ത്. അവൻ ഓട്ടോ ഓടി വീട്ടിലേക്ക് വരുന്നത് നോക്കി വഴിക്കണ്ണുമായിരിക്കുന്ന ഒരു കുടുംബം അവനുണ്ടാകും. ഒപ്പം പരിക്കേറ്റ അതിജീവിതയ്ക്ക് ഇനി ജീവിതത്തിലേക്ക് വരാൻ എത്ര നാളുകൾ? കഷ്ടം. ഒന്നോർത്താൽ, ഒന്ന് ചിന്തിക്കാൻ, അല്പം ചിന്തിക്കാൻ ശ്രമിച്ചാൽ ഈ മദ്യത്തെ അല്ലെങ്കിൽ ലഹരി വസ്തുക്കളെ ജീവിതത്തിൽ നിന്നും അത് വ്യക്തിയെയും കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായി നശിപ്പിക്കുന്നു എന്നുള്ള ഒരു ബോധം, ഒരു അറിവ് ഉണ്ടായി പൂർണ്ണമായും മദ്യത്തിൽ നിന്ന് മോചനം നേടാൻ നമ്മുടെ മനുഷ്യവംശം മുഴുവൻ ശ്രമിക്കേണ്ട കാലം ഏറെ വൈകിയിരിക്കുന്നു. ദുരന്ത വാർത്തകൾ കൊണ്ട് നമുക്ക് ചുറ്റും നമ്മുടെ നാട് രൂക്ഷമായ ദുർഗന്ധം വമിച്ച് സമൂഹം വെന്തുവെണ്ണീറായി കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് എവിടെയും. അതുകൊണ്ട് എൻ്റെ പ്രേക്ഷകർ, എൻ്റെ ചാനൽ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നൊരു പ്രതിജ്ഞ എടുക്കൂ. ഏതെങ്കിലും ഡി അഡിക്ഷൻ സെന്ററിലേക്ക് പോയി സ്വയം രക്ഷപ്പെടാനുള്ള ഒരു വഴി ദയവായി കണ്ടെത്തൂ. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ.